നമസ്കാരം. തെക്കൻ ഗാസയിൽ റഫയിലെ 3 മേഖലകളിലും വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിലും ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷ യുദ്ധം തുടരുന്നു. ഇരുപക്ഷത്തും വൻ ആൾനാശമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിന്റെ ശേഷിക്കുന്ന 4 ബറ്റാലിയനുകളെ ഇല്ലാതാക്കും വരെ റഫയിൽ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഏറ്റുമുട്ടൽ കനത്തതോടെ ഒരാഴ്ചയ്ക്കിടെ റഫയിൽ നിന്ന് 4.5 ലക്ഷം പലസ്തീൻകാരും വടക്കൻ ഗാസയിൽ നിന്ന് 1 ലക്ഷം പേരും പലായനം ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ ഗാസയിൽ 82 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. സമീപ ആഴ്ചകളിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണ് ഇത്. ഗാസയിലെ UN സുരക്ഷാ സംഘാംഗമായ ഇന്ത്യക്കാരൻ റിട്ടയർഡ് കേണൽ വൈഭവ് അനിൽ കലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അന്വേഷണം പ്രഖ്യാപിച്ചു. റഫയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് UN വാഹനത്തിന് നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടൽ മേഖലയിലൂടെ UN വാഹനം സഞ്ചരിക്കുന്ന വിവരം അറിയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കി. അന്വേഷണത്തിനായി ബന്ധപ്പെട്ട അധികൃതരുമായി ആശയവിനിമയം നടത്തിവരികയാണെന്ന് ഇന്ത്യ അറിയിച്ചു. മൃതദേഹം ഇന്ത്യയിൽ എത്തിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. രൂക്ഷമായ ആക്രമണം നടക്കുന്ന ജബാലിയയിൽ ഒട്ടേറെ വീടുകൾ ഇസ്രായേൽ ബോംബിട്ട് നിരത്തി. UN പലസ്തീൻ റിലീഫ് ഏജൻസിയുടെ റഫയിലെ കേന്ദ്രത്തിൽ ആയുധധാരികളെ കണ്ടെന്ന വീഡിയോ പുറത്തുവിട്ട ഇസ്രായേൽ സംഭവത്തിൽ UN-നോട് വിശദീകരണം ആവശ്യപ്പെട്ടു. UN ഹമാസുമായി സഹകരിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ഇസ്രായേലിന്റെ UN അംബാസിഡർ ഗിലാഡ് എർദാൻ ആരോപിച്ചു. പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള UN പൊതുസഭയുടെ തീരുമാനവും ഇസ്രായേൽ തള്ളി. പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സമരം വ്യാപിച്ചതോടെ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം സർവകലാശാലയിൽ ക്ലാസുകൾ നിർത്തിവെച്ചു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ശക്തമായ ആക്രമണം 7 മാസം പിന്നിട്ടിട്ടും ഹമാസിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് പലവിധ ചോദ്യങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ശക്തിയിലും തന്ത്രത്തിലും കൗശലമുള്ളവർ എന്ന് കരുതുന്ന ഇസ്രായേൽ സൈന്യത്തിന് ചെറിയ പ്രദേശത്ത് മാത്രമുള്ള എണ്ണത്തിൽ വളരെ കുറഞ്ഞ സംഘമായ ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. 2007 മുതൽ ഹമാസ് ഭരിക്കുന്ന പ്രദേശമാണ് 20 ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ഗാസ. അന്ന് നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയായിരുന്നു. ഇതോടെയാണ് ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഗാസ ഒറ്റപ്പെട്ടതും. ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ പിടികൂടുക, ഹമാസിനെ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. 7 മാസം പിന്നിട്ടിട്ടും രണ്ടും സാധിച്ചിട്ടില്ല. ഗാസയിൽ എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ഇസ്രായേൽ ഭരണകൂടത്തിനില്ല. 35,000-ലധികം പലസ്തീൻകാർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടു. എങ്കിലും ഹമാസിന് വലിയ പിന്തുണ പലസ്തീൻകാർ നൽകുന്നു എന്നതാണ് ഇസ്രായേലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. നെതന്യാഹു സർക്കാർ കൃത്യമായ പദ്ധതി ഇല്ലാതെയാണ് ആക്രമണം നടത്തുന്നത് എന്ന ആക്ഷേപവുമുണ്ട്. മാത്രമല്ല, ഹമാസ് തടവിലാക്കിയവരുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയുമാണ്. ഇസ്രായേലിനെതിരെ അമേരിക്കയിലും ബ്രിട്ടനിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. റഫയിൽ ആക്രമണം നടത്തരുത് എന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ഇസ്രായേൽ നീക്കത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. യുദ്ധം നീണ്ടുപോകുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾ അവതാളത്തിലാക്കും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ യുദ്ധം എന്ന് തീരുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഇതിനിടെ ഇസ്രായേലിൽ വിദേശ ജോലിക്കാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. കൃഷി, നിർമ്മാണം, നഴ്സിംഗ് മേഖലകളിൽ 3 ലക്ഷത്തോളം വിദേശ ജോലിക്കാരെ അനുവദിക്കാനാണ് തീരുമാനം. യുദ്ധം മൂലം രാജ്യത്ത് തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണിത്.